സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസ് വേഗത്തിലാക്കിയിരിക്കുന്നുവെന്ന് നമ്മുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാം ഘട്ട സ്ഥാനാർത്ഥികൾക്കായുള്ള തെരഞ്ഞെടുപ്പ് സമിതി നാളെ ചേരുകയാണ്. BJPയുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിതിൻ അംബുജൻ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ. വിവരങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ നമ്മൾക്കൊക്കെ വളരെ സജീവമായ കാലമാണ്. സ്ഥാനാർത്ഥികൾക്ക് ഇത്തിരി കടുക്കുമെന്ന് പറയില്ലേ, നമുക്ക് അതിലും കടുക്കാൻ സാധ്യത. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN, ഗുഡ് മോർണിംഗ്. 7 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള ഒരു മാസക്കാലം എന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു മാസമാണ്. കാരണം ഒരു ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ജനോത്സവം എന്ന് തന്നെ പറയാം. അത്തരത്തിൽ ശക്തിയേറിയ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് പല സംസ്ഥാനങ്ങളും നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്നത് ഉത്തർപ്രദേശ്, അതോടൊപ്പം ബംഗാൾ അടക്കമുള്ള, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളാണ്. എന്തായാലും കോൺഗ്രസ് ഇതുവരെ 2 ഘട്ടങ്ങളായിട്ട് 83 സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ കോൺഗ്രസിൻ്റെ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. അതിലൊരു പക്ഷേ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും. എന്തായാലും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് അടക്കം ആവശ്യം അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നതാണ്. ഉത്തർപ്രദേശ് PCCയും അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇതിനോട് സമ്മതം അറിയിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും. ഉത്തർപ്രദേശ് കൂടാതെ മഹാരാഷ്ട്ര, തെലങ്കാന അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും നാളത്തെ തെരഞ്ഞെടുപ്പ് സമിതിയിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 17 ലോക്സഭാ മണ്ഡലങ്ങൾ തെലങ്കാനയിൽ ഏതാണ്ട് 4 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ശക്തമായ പ്രചരണമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതോടൊപ്പം BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം വൈകാതെ ചേരുമെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ പല സംസ്ഥാനങ്ങൾ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ബീഹാർ, അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. രാജസ്ഥാനിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം BJP ഇതിനം തന്നെ 270ഓളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണവുമായി ശക്തമായി രംഗത്തുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികളും അറിയിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു വാശിയേറിയ പോരാട്ടം തന്നെയാണ് മിക്ക മണ്ഡലങ്ങളിലും നടക്കുന്നത്. അതിൻ്റെതായ സാഹചര്യത്തിൽ വേഗത്തിൽ സ്ഥാനാർത്ഥിത്വം പൂർത്തിയാക്കാൻ. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. ഡൽഹിയിൽ നിന്നാണ് നിതിൻ അംബുജൻ ചേർന്ന്.